നമ്മളെ ചങ്ങായി സുഹേറിന്റെ കല്യാണം കഴിഞ്ഞിട്ട് 8 ദിവസമാണ്. ഒരു സൽക്കാരിൽ ഒരു ഒലക്കില്ല. ഓൻ വലിയ വർത്താനം. ഇന്ന് ഓൻ്റെ പെണ്ണുങ്ങളെ വീട്ടിൽ നിൽക്കാൻ പോയി എന്നുള്ള വിവരം നമ്മൾ രാത്രി 12 മണിക്ക് ഓൻ്റെ പെണ്ണുങ്ങളെ വീട്ടിൽ പോയി. കാര്യങ്ങൾ സംസാരിക്കുക ഫൈറൂസ് അല്ലേ? ഫൈറൂസ് സംസാരിക്കും. പിന്നെ അങ്ങനെയാണല്ലോ പെണ്ണുങ്ങളെ വീട്ടിൽ വന്നിക്കാണെങ്കിൽ നമ്മളിപ്പോ എന്ത് പറഞ്ഞാലും ഓലെന്ത് ചെയ്യും? ഓക്കടിക്കും പുതിയാപ്പിള. കാരണം ഓന് ചമ്മണ്ടാച്ചിട്ട് പുതിയ പുതിയാപ്പിളല്ലേ, അപ്പൊ ആ ഒരു ദമ്മ് കാണിക്കണല്ലോ. ആ ഒരു പ്രത്യേക ചമ്മലാവുള്ളൂ നമ്മൾ ഈ പെണ്ണുങ്ങളെ വീട്ടിൽ പോയി കാണിയിൽ, ചെക്കന്മാരെയും കൊണ്ട് പോയി കാണിയിൽ ഓലിങ്ങനെ തമാസാക്ക് ഇവലിങ്ങനെ പിടിച്ചേക്കാനേ നല്ല അടിപൊളി ഓർലിക്സ് പിടിച്ചാൽ. പക്ഷെ ഓനക്കില്ല. ഓങ്ങനെ കൈ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട് ആകെ ഇങ്ങനെ ചമ്യമാരി ഇങ്ങനെ ഒരു മനസ്സൻ വസലാവാൻ ഞങ്ങടി പോണോ. ആളിലൊരു നിക്കുപുറത്ത് ഇല്ല, ആകെ എട്ടങ്ങാറയാള്. ഫൈറൂസ് ഓന്റെ പരിപാടി തുടങ്ങിട്ടോ. കൊക്കോസാർ എന്തോ പറയണ്ട്. കൊളക്കോയിനെ പെണ്ണുങ്ങളെ വിളിക്കുന്നവരും വിളിക്കുന്നത്. കൊളക്കോന്റെ പെണ്ണുങ്ങളെ കേൾക്കണ്ട. ഓൻ ഏകദേശം വസലായി കണ്ടപ്പോഴേ ഓനോലെ സ്വഭാവം മാറ്റി തുടങ്ങിട്ടോ. ഒരു പൊടിയും വിട്ടുകൊടുക്കില്ല ഫൈറൂസ്. ഫുഡ് കിട്ടിയേ പോകുള്ളൂ. ഒന്നും കാണണല്ലോ നാലേ. കുഴപ്പം തുറങ്ങടാ. അല്ല കാര്യങ്ങൾ കൊഴക്കോസാറ് സംസാരിക്കട്ടെ, ഒരു വ്യക്തത ഉണ്ടാവും. ഒരു മണി കഴിഞ്ഞു, ഫുഡ് കിട്ടാതെ അനങ്ങൂല. എല്ലാവരും കയറി കിടക്കൽ തുടങ്ങി. ആകെ സീനായി. സുവേറ് നമ്മളെ ചമ്മി കുത്തിക്കണ നോക്കിയാ. അല്ല അല്ലെങ്കിൽ സുവേറ് ചമ്മുമ്പോൾ അവൻ്റെ മുഖം കാണാൻ ഭയങ്കര രസമാണ്. തിരിഞ്ഞു നോക്കിയപ്പോൾ ഉണ്ട് ടേബിളുമ്പോൾ 3-4 പ്ലേറ്റ് കാണുന്നു. അപ്പം നമുക്ക് ഏകദേശം മനസ്സിലായി ഫുഡൊക്കെ ഉണ്ടാവും എന്നുള്ളൊരു മനസ്സിന് സമാധാനമായി. ഇവനിതാ കാല് ഇപ്പം 5ാം ക്ലാസ് അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കുന്നത്. ഇങ്ങോട്ടാ വെക്കേണ്ട ഓനക്കനായിട്ടില്ല. അതാ മസാനക്ക് വന്ന് പോയിന്ന് ഏകദേശം എണ്ണൊക്കെ നോക്കി പോയിടുന്നു. അതുകൊണ്ട് ചെറിയൊരു മനസ്സൻ ചമ്മലേ. ഇതൊന്ന് ഉഷാറാവണമെങ്കിലേ മറ്റോൻ വരണം. കള്ള് കച്ചവടക്കാരുടെ ഇടയിലെ കെറ്റാഫ് കിട്ടോ തൊള്ളാട്ടി ജാബ്. ഇനി ടെൻഷനില്ല, ഇനി ഇവ നോക്കിയോളൊക്കെ. ബാവുഷനെ തറവാട്ടാരനാ. ഓനൊരു പെരയൊക്കെ വരുമ്പോഴത്തേക്കൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇവന്റെ കണ്ണുമൂറ് മാറിട്ടോ. ഇവ 5-5 കൂടുമ്പോ അടുക്കളേക്ക് നോക്കുക. ഇവന് നെഞ്ഞൊക്കെ വിരിഞ്ഞല്ലോ ഇവന്റെ. എയർ പിടിച്ച് ബാവുഷ. അരമണിക്കൂർ മുന്നാണെങ്കിൽ 2000 തീർന്നു. ഇപ്പൊ ജാബർ വന്നോണ്ട് എത്ര മഴ തീരെ ഒരു ഐഡിയ ഇല്ല. അതിനിടെ കളി വന്ന് പോയിട്ടോ. ചമ്മി ചക്കന്റെ പാൻ്റെ കഴിഞ്ഞു തുടങ്ങിട്ടോ. നല്ല രീതിയിൽ കൊക്കോസാർ സംസാരിച്ചതാ. അപ്പൊ ഓനക്ക് ഭയങ്കര ദമ്മായി. അങ്ങനെ 4 ആളുകളിൽ ഇപ്പൊ 12 ആളായി. അങ്ങനെ ഇരുന്ന് 2 മണി കഴിഞ്ഞു. ഇവര് ഒഴിഞ്ഞു പോകില്ല എന്ന് ഉറപ്പായപ്പോ ജാബറിന് അത്ര തൃപ്തി ആയിട്ടില്ല. അതാ ചെറിയ സമാധാനം. ഇവൻ ഇപ്പോഴും മുടിമ കളിക്കുന്നത്. ഇവനിപ്പോഴും ഇരിക്കാനുള്ള സമാധാനം ഇല്ല. എനിക്ക് കണ്ണും മോറൊക്കെ മാറി വേണ്ടേ. ആ സൈക്കിളിൽ വന്ന് ചെറിയ ഉണ്ടല്ലോ, അത് തന്നെ അവൻ്റെ അടുത്തുണ്ടായി. കുറച്ചേരൊക്കെ അവിടെ തിരിഞ്ഞാൽ ചോദിക്കാം അമ്മച്ചാങ്ക ഇരിക്കാൻ പറയണ്ട. നോക്കിയാ അവിടെ പറയണേ. ലാസ്റ്റ് ഓൻ തന്നെ ഇരുന്നോടെ. പടച്ചോനെ അത് മാന്ത് തന്നെ. പൊന്നാര സുവേറെ പറയിപ്പിക്കല്ലേ. എന്നാ ജാബ്ര പതിവ് പോലെ അവൻ തള്ളിക്കോ. 2 മണിയായിട്ടും ഞങ്ങള് പോകൂല. ഇല്ല, ആ ഏരിയക്ക് പിന്നെ നമുക്ക് ടെൻഷൻ ഇല്ല. അവിടെ കൊളക്കോയും ഉണ്ട്, ജാബറും ഉണ്ട്. ഇവൻ ആകെ വസലായിട്ട് ഇവൻ എന്തൊക്കെയോ ചോട്ട് മാപ്പറിയുണ്ട്. ആ ചോട്ടിലൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. വസലായി ഉറപ്പാണ്. 2000 റുപ്യ കിട്ടാൻ ഇവിടുന്ന് ഇറങ്ങൂല. ഈ സന്തോഷത്തില് കുവൈത്തുനിന്ന് സംസു മുന്താസ് ഏറെ ആശംസ അറിയിച്ചു. അതാ ഒടുവിൽ 2000 റുപ്യ ഗൂഗിൾ പേ ചെയ്ത്. ഇതൊക്കെ ഓൻ വരുത്തിയതാ. ഇനി ഇതിന്റെ ഫൈനലാ. ഫൈറൂസ് സംസാരിക്കട്ടെ. ഞാൻ പറഞ്ഞതിന് ശരി ക്ഷമാപണം പറഞ്ഞു. അങ്ങനല്ല, ഇനി എന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു തെറ്റ് സംഭവിക്കൂല. വർത്താനത്തിനിടയിൽ ജാബർ അണ്ണാക്ക് അങ്ങനെ കേട്ടിട്ടുണ്ട്. ഒരു നല്ല കാര്യത്തിലാണെന്ന് കേട്ടത്. നല്ല ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് മുഖ്യമന്ത്രിന്റെ ദുരിതാശ്വാസ ഫണ്ടിലൂടെ അയച്ചിട്ടുണ്ട്. ഇനിയും കൂടുതൽ ഫണ്ട് ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം സുഹൃത്ത് നിൽക്കുന്ന എല്ലാ ദിവസവും ഞങ്ങൾ ഇങ്ങനെ പോകാനുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ 2.5 മാസത്തോളം നാട്ടിലുണ്ടാവുന്നത്. സുഹറെ പോയി ഉറങ്ങിക്കോ. മണിയേറി അനക്കും വേണ്ടിയുള്ള കാത്തുക്കുണ്ടാവും. നമ്മളിവിടെ ഉണ്ടാവും കേട്ടോ.